familiar with the stories of R.K. Narayan, the famous Indian English writer. Here we are discussing his novel, The English Teacher, which is included in the trilogy Swami and Friends, published in 1935, and The Bachelor of Arts, published in 1937. R.K. നാരായൺ എന്ന പ്രശസ്തനായ ഇന്ത്യൻ ഇംഗ്ലീഷ് എഴുത്തുകാരൻ, നമുക്കറിയാം, മാൽഗുഡി ഡേയ്സ് എന്ന സെറ്റിങ്ങിൽ തൻ്റെ കൃതികൾ രചിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന നോവലാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. അത് 1945 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. 1937 പബ്ലിഷ് ചെയ്ത സ്വാമി ആൻഡ് ഫ്രണ്ട്സ്, അതേപോലെ തന്നെ 1937 പബ്ലിഷ് ചെയ്ത ദ ബാച്ചിലർ ഓഫ് ആർട്സ്, ഈ രണ്ട് നോവലുകളും അതോടൊപ്പം തന്നെ ഈ ദ ഇംഗ്ലീഷ് ടീച്ചർ എന്ന ഈ നോവലും ട്രിലോജി എന്നാണ് അറിയപ്പെടുന്നത്, ആ 3 നോവലുകളും. ആൻഡ് ദിസ് നോവൽ ഈസ് എൻ ഓട്ടോബയോഗ്രഫിക്കൽ നോവൽ ആൻഡ് ഇറ്റ് ഈസ് ഡെഡിക്കേറ്റഡ് ടു ഹിസ് വൈഫ് രാജം. നമ്മൾ പറഞ്ഞു 1945 ഈ നോവൽ പബ്ലിഷ് ചെയ്യുന്നത്. തൻ്റെ ഭാര്യയായ രാജത്തിന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ നോവൽ അദ്ദേഹം രചിക്കുന്നത്. ആൻഡ് ഇൻ 1939 R.K. Narayan lost his wife Rajam of typhoid, and this novel was renamed as Grateful to Life and Death in 1953 and published in the same title in US in 1955. രാജം എന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ ടൈഫോയിഡ് ബാധിച്ച് മരിച്ചത് 1939. ആ ഒരു മരണത്തിൻ്റെ ആഘാതത്തിലാണ് അദ്ദേഹം പിന്നീടുള്ള കാലം കഴിച്ചു കൂട്ടിയത്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എഴുതിയ നോവലാണ്. 1945 ഈ നോവൽ എഴുതുന്നത്. തൻ്റെ ഭാര്യയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് എഴുതിയതാണ്. അതേപോലെ തന്നെ ഈ നോവല്, ഇതിൻ്റെ പേര് ദ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള ആ പേരിന് പകരം അദ്ദേഹം ഉപയോഗിച്ചത് ഗ്രേറ്റ്ഫുൾ ടു ലൈഫ് ആൻഡ് ഡെത്ത് എന്നായിരുന്നു. അതായത് ജീവിതത്തോടും മരണത്തോടും നന്ദിയുള്ളതായിരിക്കുക, കടപ്പാടുള്ളതായിരിക്കുക. ആ ഒരു ടൈറ്റിലാണ് 1953 അങ്ങനെ റീനെയിം ചെയ്യുന്നത്. അത് 1955 US ഈ പേരിലാണ് പബ്ലിഷ് ചെയ്യുന്നത്, ഗ്രേറ്റ്ഫുൾ ടു ലൈഫ് ആൻഡ് ഡെത്ത്. ദ ഇംഗ്ലീഷ് ടീച്ചർ എന്നുള്ള പേരിലല്ല US പബ്ലിഷ് ചെയ്യുന്നത്. Then the novel is divided into 8 chapters and the protagonist is Krishna, an English teacher in Albert Mission College, മാൽഗുഡി. മാൽഗുഡി സെറ്റിങ്ങിലാണ് R.K. നാരായണൻ്റെ സ്റ്റോറികളൊക്കെ. മാൽഗുഡി സെറ്റിങ്ങിലാണ്. ഇവിടെ നമ്മളുടെ പ്രൊട്ടഗോണിസ്റ്റ്, മെയിൻ കഥാപാത്രം കൃഷ്ണ എന്ന ഇംഗ്ലീഷ് ടീച്ചറാണ്. അദ്ദേഹം ആൽബർട്ട് മിഷൻ കോളേജിൽ അധ്യാപകനാണ്, ഇംഗ്ലീഷ് വിഭാഗം അധ്യാപകനാണ്. ആൻഡ് ഈ നോവല് 8 ചാപ്റ്ററുകൾ ഉൾക്കൊള്ളുന്ന നോവലാണ്. ആൻഡ് ഹി വാസ് എ ഫോമർ സ്റ്റുഡൻറ്റ് ഓഫ് ദ സെയിം കോളേജ്. ആ കോളേജിലെ നേരത്തെ സ്റ്റുഡൻ്റ് ആയിരുന്നു. പിന്നീട് അധ്യാപകനായിട്ട് ആ കോളേജിൽ തന്നെ അദ്ദേഹം ജോലിക്ക് വരുന്നു. And he reflects a typical day at work in the beginning, going to work mechanically without deriving any pleasure. അദ്ദേഹം ഈ നോവലിൻ്റെ തുടക്കത്തിൽ തന്നെ വിരസമായ ഒരു ജീവിതമാണ് കാണിക്കുന്നത്. അതായത് ഒരു ടിപ്പിക്കൽ വർക്കിംഗ് ഡേ ആണ് കാണിക്കുന്നത്. അതായത് മെക്കാനിക്കലായിട്ട് രാവിലെ കോളേജിൽ പോകുന്നു, പ്രത്യേകിച്ച് സന്തോഷമൊന്നുമില്ല. അതായത് വർക്കാണ്, ജോലിയാണ്. അപ്പോൾ ആ ജോലി എന്നുള്ള രീതിയിലാണ്. നമുക്ക് ജോലി എന്നുള്ളത് സന്തോഷം തരണമെങ്കിൽ നമ്മൾ അതിൽ നിന്ന് സന്തോഷം കിട്ടണം. ജോലിയായി കാണുമ്പോഴാണ് അത് നമുക്കൊരു ബോർഡമായി തോന്നാം. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ബോർഡത്തിലാണ്, ആ ഒരു വിരസതയിലാണ് ഈ നോവലിൻ്റെ തുടക്കം. ആ ജോലിയിൽ സന്തോഷമില്ല എന്ന് പറയുന്നതിന് കുറച്ച് കാരണങ്ങളുണ്ട്. മിസ്റ്റർ ബ്രൗൺ, the college principal, convenes a meeting of the faculty after the college hour to impress the colleagues, especially in the Department of English, to maintain purity and perfection in the language. മിസ്റ്റർ ബ്രൗൺ എന്ന ആ കോളേജ് പ്രിൻസിപ്പാൾ ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ആ മീറ്റിങ്ങിൽ പറയുന്നു, എല്ലാവരും അവരവരുടെ ലാംഗ്വേജിൽ പ്യൂരിറ്റി നിലനിർത്തണം, പരിശുദ്ധി നിലനിർത്തണം. അതായത് ആ ഒരു എലമെൻറ്റ്, അതിൻ്റെ ആ ഒരു സത്ത നിലനിർത്തണം. അതിൽ വേറെ പ്രൊനൗൺസിയേഷനിൽ മാറ്റം പാടില്ല. അതേപോലെ തന്നെ എഴുതുന്ന കാര്യങ്ങൾ, പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിരിക്കണം എന്ന ഒരു കാഴ്ചപ്പാടിലാണ് മിസ്റ്റർ ബ്രൗൺ എന്ന പ്രിൻസിപ്പൽ. ആൻഡ് കൃഷ്ണ ഗെറ്റ്സ് അമ്യൂസ്ഡ് ഇൻ ഇറ്റ്. And Mr. Brown feels irritated when the students follow American English for
ഇംഗ്ലീഷ് വേർഡ്സ് ലൈക്ക് ഓണർ ഓർ കളർ. ഓണർ എന്ന വാക്ക് HONOUR ആണ് ബ്രിട്ടീഷ് ഇംഗ്ലീഷിൽ. അതേസമയം അമേരിക്കൻ ഇംഗ്ലീഷിൽ HONOR ആണ്. അപ്പോൾ ഈ കുട്ടികൾ HONOUR എഴുതുന്നതിന് പകരം HONOR എന്നെഴുതുന്ന സമയത്ത് മിസ്റ്റർ ബ്രൗൺ അദ്ദേഹത്തിന് ദേഷ്യം വരുന്നു. കാരണം ആ ഒരു പ്യൂരിറ്റി നിലനിർത്തണം. അതേപോലെ കളർ എന്നുള്ളത് COLOUR ആണ്. അതേസമയം COLOR കുട്ടികൾ എഴുതും. അപ്പോൾ അങ്ങനെ എഴുതുന്ന സമയത്ത് ആ ഒരു പ്യൂരിറ്റി നിലനിർത്തണം, അതുകൊണ്ട് അങ്ങനെ എഴുതാൻ പാടില്ല എന്ന ഒരു വാദിക്കുന്ന ഒരാളാണ് മിസ്റ്റർ ബ്രൗൺ. അതേസമയം കൃഷ്ണ പറയുന്നു അതൊന്നും പ്രശ്നമില്ല, രണ്ടും ഏകദേശം സെയിം തന്നെയല്ലേ, സെയിം മീനിങ് ആണല്ലോ, പിന്നെന്താണെന്നുള്ള ആ ഒരു വാദത്തിലാണ് കൃഷ്ണ നിലനിൽക്കുന്നത്. അങ്ങനെ ആ ഒരു പ്രശ്നമാണ്, അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളാണ് ഈ ഒരു വിരസതയ്ക്ക് കാരണം. ഹിസ് ഫോമർ ടീച്ചർ ഗജപതി ടേക്ക് സൈഡ് വിത്ത് ബ്രൗൺ. ഈ സമയത്ത് കൃഷ്ണ ഇംഗ്ലീഷ് ടീച്ചറാണ്. അദ്ദേഹം ഈ ഒരു സംഭവം വളരെ സില്ലിയായിട്ട് എടുക്കാൻ തീരുമാനിക്കുന്നു. അതായത് അതിലൊന്നും വ്യത്യാസമില്ല, കുട്ടികൾ ഒരു COLOR എഴുതിയാലും COLOUR എഴുതിയാലും അങ്ങനെ പ്രശ്നമില്ല. അതായത് ബ്രിട്ടീഷ് ഇംഗ്ലീഷും അമേരിക്കൻ ഇംഗ്ലീഷും തമ്മിൽ അങ്ങനെ കണക്കാക്കണം, സ്പെല്ലിങ്ങിൻ്റെ കാര്യത്തിൽ അത്ര റിജിഡിറ്റി വേണ്ട എന്ന് വാദിക്കുന്ന ഒരാളാണ് കൃഷ്ണ. അതേസമയം അദ്ദേഹത്തിൻ്റെ അധ്യാപകനും HODയുമായ ഗജപതിയും ഈ ബ്രൗണിൻ്റെ കൂടെ നിൽക്കുന്നു. അതായത് മിസ്റ്റർ ബ്രൗൺ പറഞ്ഞ കാര്യങ്ങളാണ് ശരി, ബ്രിട്ടീഷ് ഇംഗ്ലീഷിന് പകരം അമേരിക്കൻ ഇംഗ്ലീഷ് ഫോളോ ചെയ്താൽ അത് തെറ്റാണ് എന്ന ഒരു വാദം ഗജപതിയും പറയുന്നു. ആൻഡ് ഹി ടെൽസ് ടു ഗജപതി ദാറ്റ് ദർ ഈസ് ബ്ലാക്കർ സിൻസ് ഇൻ ദ വേൾഡ് ദാൻ എ ഡ്രോപ്ഡ് വോവൽ. ഈ സമയത്ത് അദ്ദേഹം മറുപടി പറയുന്നത് ഇതിനേക്കാളും പല പല പ്രശ്നങ്ങൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള സമയത്ത് ഒരു വവൽ സൗണ്ട്, അതായത് യു എന്ന് പറയുന്ന വവൽ സൗണ്ട് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ഒന്നും സംഭവിക്കാനൊന്നുമില്ല എന്ന് വാദിക്കുന്നു. ആൻഡ് കൃഷ്ണ ഡിസ്കസ്ഡ് ഇറ്റ് ഇൻ ഹിസ് ഹോസ്റ്റൽ വിത്ത് കൊളീഗ്സ് in that evening and is told that the English department excited solely for dotting the i's and crossing the t's. അദ്ദേഹം അന്ന് വൈകിട്ട് കോളേജ് ഹോസ്റ്റലിലെത്തി തൻ്റെ സഹപ്രവർത്തകരോട് പറയുന്നു ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്ന്. ആ സമയത്ത് അദ്ദേഹത്തോട് അവർ പറയുന്നത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഐക്ക് കുത്തിയിട്ടൊന്ന് നോക്കുക, അതേപോലെ ടീക്ക് വെട്ടിട്ടൊന്ന് നോക്കുക, ഇത് രണ്ടുമാണ്. അതായത് അത്രത്തോളം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രിക്റ്റ് ആണ് എന്ന രീതിയിൽ അദ്ദേഹത്തെ മറ്റുള്ളവർ കളിയാക്കുന്നു. ആൻഡ് ഹി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ഇറ്റ്. ദസ് കൃഷ്ണ ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ് ഇൻ ഹിസ് ജോബ്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ കൊണ്ടാണ് കൃഷ്ണയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജോലിയോടൊരു തൃപ്തി വരാത്തത്. ആൻഡ് കൃഷ്ണ ഈസ് മാരീഡ് ടു സുശീല, എ സ്കിൽഡ് ഹോം മേക്കർ, ആൻഡ് ദേ ഹാവ് എ ബ്യൂട്ടിഫുൾ ഡോട്ടർ ലീല. അങ്ങനെ കൃഷ്ണ വിവാഹം കഴിക്കുന്നു. സുശീല എന്ന പെൺകുട്ടിയാണ്, വളരെ അടക്കവും ഒതുക്കമൊക്കെ ഉള്ള നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി. സുശീല വളരെ കുടുംബമൊക്കെ നല്ലോണം നോക്കുന്ന നല്ലൊരു കുട്ടി. അങ്ങനെ അവർക്കൊരു മകൾ ജനിക്കുന്നു, ലീല എന്നാണ് കുട്ടിയുടെ പേര്. ആൻഡ് കൃഷ്ണ ഡിസ്ലൈക്സ് ഹിസ് ജോബ് ആസ് ഇറ്റ് ഈസ് ഫാർ അവേ ഫ്രം ഹിസ് ഹോം ആൻഡ് ഓൾസോ ഹി മിസ്സസ് ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ. നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞു കൃഷ്ണയ്ക്ക് ആ ജോലിയോട് അത്ര താല്പര്യമില്ല. കല്യാണം കഴിഞ്ഞതോടുകൂടി ആ ഒരു വെറുപ്പ് കൂടിക്കൂടി വരുന്നു. കാരണം ഫാമിലിയിൽ നിന്നും വിട്ടു നിൽക്കുകയാണ്. ഈ ഭാര്യയും മകളും അവരെയൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അവരവരുടെ പാരൻസിൻ്റെ കൂടെയാണുള്ളത്. അപ്പോൾ ആ ഒരു മിസ്സിങ് അദ്ദേഹത്തിന് വല്ലാണ്ട് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ജോലിയോടുള്ള വെറുപ്പ് കൂടുന്നു. ആൻഡ് ഹി റിസീവ്സ് എ ലെറ്റർ ഫ്രം ഹിസ് ഫാദർ സ്റ്റേറ്റിംഗ് ദാറ്റ് ഹിസ് വൈഫ് സുശീല ആൻഡ് ഡോട്ടർ ലീല ആർ കമ്മിങ് ടു ലിവ് വിത്ത് ഹിം ഇൻ ദ ഹോം ടൗൺ മാൽഗുഡി. ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്നൊരു കത്ത് കിട്ടുന്നു. അച്ഛൻ അയച്ചൊരു കത്ത് കിട്ടുന്നു. ആ കത്തിൽ പറയുന്നത് സുശീലയും മകളും അദ്ദേഹത്തോടൊപ്പം താമസിക്കാൻ വേണ്ടി മാൽഗുഡി എന്ന പട്ടണത്തിലേക്ക് വരുന്നു. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒരു കത്താണ് കിട്ടുന്നത്. ഹി ഫൈൻഡ്സ് എ റെൻ്റൽ ഹൗസ് നിയർ ദ ഹോസ്റ്റൽ ഹാവിങ് 25 rupees എ മന്ത് ആസ് റെൻറ്റ്. അങ്ങനെ ഭാര്യയും മകളും വരുമ്പോൾ താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നു. 25 രൂപയാണ് മാസം അടയ്ക്കേണ്ടത്. അങ്ങനെ മാസം 25 രൂപ വാടക കൊടുത്ത് ഒരു വീട് സെറ്റാക്കുന്നു. ആൻഡ് ദേ ലിവ് വെരി ഹാപ്പിലി. അങ്ങനെ അവർ സന്തോഷമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നു. ആൻഡ് കൃഷ്ണ വാസ് ഓവർജോയ്ഡ് ബിക്കോസ് വെൻ ഹി റിട്ടേൺസ് ഹോം ഫ്രം കോളേജ്
ഹിസ് വൈഫ് ആൻഡ് ഡോട്ടർ വാംലി വെൽക്കം ഹിം. കൃഷ്ണ ഓവർ എക്സൈറ്റഡ് ആണ്, വളരെ ഹാപ്പിയാണ്. കാരണം അദ്ദേഹം വൈകിട്ട് വരുന്നതും കാത്ത് ഭാര്യയും മകളും കാത്തിരിക്കും. ആ ഒരു സ്നേഹത്തോടു കൂടി കാത്തിരിക്കുന്ന ആ ഒരു സുഖം അദ്ദേഹത്തിന് വളരെയധികം ഇഷ്ടമാണ്. അങ്ങനെ ആ ഒരു സന്തോഷത്തിലാണ് കൃഷ്ണ ഉള്ളത്. ആൻഡ് വൺ ഡേ ആൻ ഓൾഡ് വുമൺ അറൈവ്സ് ഇൻ കൃഷ്ണാസ് ഹോം വിത്ത് എ ലെറ്റർ ഫ്രം ഹിസ് മദർ. ഒരു ദിവസം ഒരു പ്രായമുള്ള സ്ത്രീ നമ്മുടെ കൃഷ്ണയുടെ വീട്ടിലേക്ക് വരുന്നു. അവരുടെ കയ്യിൽ ഒരു കത്തുണ്ട്. ആ കത്ത് കൃഷ്ണയുടെ അമ്മ കൊടുത്തയച്ചതാണ്. ആൻഡ് ഷീ ഈസ് ആൻ ഓർഫൻ ആൻഡ് ഹിസ് മദേഴ്സ് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്. ഒരു അനാഥയായ സ്ത്രീയാണ് അവർ. അതേപോലെ തന്നെ കൃഷ്ണയുടെ അമ്മയുടെ കൂട്ടുകാരിയാണ്. ആൻഡ് ഹിസ് മദർ ഡിമാൻഡഡ് ടു ലെറ്റ് ഹർ സ്റ്റേ ഇൻ ദ ഹൗസ് ആൻഡ് ഇൻ റിട്ടേൺ ഷീ വിൽ ഹെൽപ്പ് സുശീല ഇൻ ഹൗസ് ഹോൾഡ് ചോഴ്സ്. ഈ സമയത്ത് ആ കത്തിൽ പറയുന്നത് ഇവരെ അവിടെ നിർത്തണം. നമ്മൾ പറഞ്ഞു അനാഥയാണ്, വീടും കൂടുമൊന്നുമില്ല, അതുകൊണ്ട് കൃഷ്ണയുടെ വീട്ടിൽ നിർത്തണം. അതിന് പകരമായിട്ട് അവർ സുശീലയ്ക്ക് എല്ലാ സഹായം ചെയ്തു കൊടുക്കുക. അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കാനും തുണിയൊക്കെ കഴുകാനും അങ്ങനെ എല്ലാ പാത്രങ്ങളും ഒക്കെ കഴുകാനൊക്കെ സഹായിക്കും. അപ്പോൾ എല്ലാ ജോലിയിലും സഹായിക്കും. അതുകൊണ്ട് അവരെ അവിടെ നിർത്തണം എന്ന് പറഞ്ഞു. ആൻഡ് thus she stays with them and began to do all the works including washing dishes, cleaning and cooking. അങ്ങനെ ഇവരുടെ ഫാമിലിയിൽ, അതായത് സുശീല, കൃഷ്ണ, ലീല, അവരുടെ ആ കുടുംബത്തിലേക്ക് ഒരംഗം കൂടി വരുന്നു. അവരുടെ അമ്മയുടെ കൂട്ടുകാരിയായ ആ പ്രായമുള്ള സ്ത്രീ. അവർ എല്ലാ ജോലികളിലും സുശീലയെ സഹായിക്കുന്നു. അതായത് പാത്രങ്ങൾ കഴുകിയെടുക്കാനും വൃത്തിയാക്കാനും അതേപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്യാനും ഒക്കെ സഹായിക്കുന്നു. ആൻഡ് സുശീല ഈസ് നൗ ബിക്കം ആൻ ഇൻഡിപെൻഡൻറ്റ് വുമൺ ആൻഡ് ഷീ സ്പെൻഡ്സ് മോർ ടൈം വിത്ത് ഹർ ഹസ്ബൻഡ്. അങ്ങനെ ഈ സമയത്ത് ആ പ്രായമുള്ള സ്ത്രീ ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ സുശീലയ്ക്ക് അധിക പണിയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സുശീല തൻ്റെ കൂടുതൽ സമയവും ഭർത്താവിനോടൊപ്പം ചിലവാക്കുന്നു. ആൻഡ് കൃഷ്ണാസ് ഫാദർ അഡ്വൈസസ് ഹിം ടു ബിൽഡ് ഹിസ് ഓൺ ഹൗസ് ആൻഡ് പ്രോമിസസ് ടു ഹെൽപ്പ് ഹിം വിത്ത് ദ മണി. ഒരു ദിവസം വീണ്ടും അദ്ദേഹത്തിന് ഒരു കത്ത് കിട്ടുന്നു. ആ കത്തിൽ പിതാവ് അയച്ച കത്താണ്. ആ കത്തിൽ പറയുന്നത് കുറേ നാളായല്ലോ വാടക വീട്ടിൽ നിൽക്കുന്നത്, അതുകൊണ്ട് ഒരു സ്വന്തമായിട്ട് വെറുതെ വാടക കൊടുക്കണ്ട, അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വീട് കണ്ടുപിടിക്കണം, അതിന് വേണ്ട പൈസ സഹായം ചെയ്യാം എന്ന് ഫാദർ പറയുന്നു, പിതാവ് പറയുന്നു. ആൻഡ് ഹി ഗെറ്റ്സ് എ ഹൗസ് ബട്ട് ഹി ആൻഡ് സുശീല ഡു നോട്ട് ലൈക്ക് ഇറ്റ്. അവരങ്ങനെ കുറേ അന്വേഷിക്കുന്നു. കുറേ അന്വേഷിച്ചതിന് ശേഷം അവർക്കൊരു വീട് കിട്ടുന്നു. പക്ഷെ ആ വീട് സുശീലയ്ക്കും കൃഷ്ണയ്ക്കും ഇഷ്ടമാകുന്നില്ല. എന്നാലും അവർ ആ വീട് വാങ്ങുന്നു. And Sushila is contracted with typhoid and began to suffer from fever for a few weeks and dies. അങ്ങനെ ആ വീട് വാങ്ങി കുറച്ച് ദിവസത്തിന് ഉള്ളിൽ തന്നെ സുശീലയ്ക്ക് കടുത്ത പനി വരുന്നു. ആ പനി പിന്നീട് ടൈഫോയിഡായി മാറുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് അവർ മരിക്കുന്നു. ആൻഡ് ആഫ്റ്റർ ഹെർ ഡെത്ത് കൃഷ്ണ ഫെൽ ഇൻ ടു ഡിപ്രഷൻ, ലൂസിങ് ഓൾ ഹോപ്സ് ഇൻ ലൈഫ്. സുശീലയുടെ മരണത്തിന് ശേഷം കൃഷ്ണ വളരെയധികം വിഷമത്തിൽ, സങ്കടത്തിലാവുന്നു. അങ്ങനെ ഒരു ഡിപ്രഷൻ സ്റ്റേറ്റിലേക്ക് തന്നെ പോകുന്നു. ജീവിതത്തോടുള്ള എല്ലാ പ്രതീക്ഷകളും അദ്ദേഹത്തിന് നഷ്ടപ്പെടുന്നു. ആൻഡ് ഹിസ് ഓൺലി ഹോപ്പ് ഈസ് ലീല, ഹിസ് ഡോട്ടർ. അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ഏക ആശ്രയം അല്ലെങ്കിൽ ഏക ഒരു പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ മകളായ ലീലയാണ്. ആൻഡ് ഹി സ്പെൻഡ്സ് ഓൾ ദ ടൈം വിത്ത് ഹർ. അവളോടൊപ്പം അദ്ദേഹം സമയം ചെലവഴിക്കുന്നു. ആൻഡ് വൺ ഡേ വൈൽ ഹി വാസ് ലെക്ചറിങ് ഹിസ് ക്ലാസ്മേറ്റ്സ്, എ ബോയ് ഹാൻഡഡ് ഹിം എ ലെറ്റർ റിട്ടൺ ബൈ ഹിസ് വൈഫ് സുശീല ആൻഡ് ദ ബോയ് സെഡ് ദാറ്റ് ഹിസ് ഫാദർ ഹാഡ് ഗിവൺ ദ ലെറ്റർ ടു ഹിം. ഒരു ദിവസം അദ്ദേഹം ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു ആൺകുട്ടി അവിടെ വരുന്നു. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു ലെറ്റർ കൊടുക്കുന്നു. ലെറ്റർ കൊടുക്കുമ്പോഴേ പറയുന്നു, ഇതെൻ്റെ അച്ഛൻ വന്നു വിട്ടതാണ്. ആ കത്തിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ, അതായത് സുശീല എഴുതിയ ലെറ്ററാണ് എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടു കൊടുക്കുന്നത്. ആൻഡ് കൃഷ്ണ ഫീൽസ് ക്യൂരിയസ് ആൻഡ് വാണ്ട്സ് ടു മീറ്റ് ദ മാൻ. കൃഷ്ണ വളരെയധികം അതിശയപ്പെട്ടു. കാരണം മരിച്ചുപോയ തൻ്റെ ഭാര്യ തനിക്ക് കത്തെഴുതി, ആ കത്തും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആശ്ചര്യമായി ആ മനുഷ്യനെ കാണണം, അതായത് ആ കുട്ടിയുടെ അച്ഛനെ കാണണമെന്ന് അദ്ദേഹം തീരുമാനിക്കുന്നു. ആൻഡ് ഹീ മീറ്റ്സ് ദ മാൻ.
അങ്ങനെ കൃഷ്ണ അദ്ദേഹത്തെ കാണുന്നു. ആൻഡ് ദ മാൻ സെഡ് ദാറ്റ് എവറി ഡേ ഹീ മെഡിറ്റേറ്റ്സ് ബൈ ദ റിവർ ആൻഡ് വൺ ഡേ വൈൽ ഹി വാസ് മെഡിറ്റേറ്റിംഗ് വിത്ത് എ പെൻ ആൻഡ് പേപ്പർ ടു ഗ്യാദർ ഹിസ് തോട്ട്സ് ഹി സോ എ സ്പിരിറ്റ് ബിഗാൻ റൈറ്റിംഗ് ഓൺ ദ പേപ്പർ. അങ്ങനെ അവർ സംസാരിക്കുന്നു, എന്താണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയണമല്ലോ. അങ്ങനെ കൃഷ്ണയും ആ മനുഷ്യനും കൂടി സംസാരിക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, എല്ലാ ദിവസവും ഞാൻ നദീതീരത്ത് പോയി മെഡിറ്റേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം പേപ്പറും പെന്നും കയ്യിലുണ്ട്. കാരണം ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ചിന്തകളൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിട്ട് പേപ്പറും പെന്നും കരുതാറുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ പേപ്പറും പെന്നും ഉപയോഗിച്ച് ഒരു ആത്മാവ് എഴുതുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. ആൻഡ് ഇറ്റ് വാസ് സുശീലാസ് സ്പിരിറ്റ് ഹു ഹാഡ് റിട്ടൺ കൃഷ്ണാസ് നെയിം ആൻഡ് അഡ്രസ്. ആ ആത്മാവ് സുശീലയുടെ ആത്മാവാണ്. ആ സുശീലയുടെ ആത്മാവ് കൃഷ്ണയുടെ പേരും അഡ്രസ്സും ആ പേപ്പറിൽ എഴുതി. And Krishna went to the river bank to speak to Sushila's spirit, and she assured him that she would never abandon her husband and daughter in her life. അങ്ങനെ കൃഷ്ണ ഈ മനുഷ്യൻ തപസ് ചെയ്ത ആ നദീതീരത്ത് പോകുന്നു. അവിടെ ഇരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത് സുശീലയുടെ ആത്മാവ് പ്രത്യക്ഷപ്പെടുന്നു. സുശീല പറയുന്നു, ഭർത്താവിനെയും തൻ്റെ മകളെയും ഉപേക്ഷിച്ച് എങ്ങും പോവുകയില്ല എന്ന ഉറപ്പ് കൊടുക്കുന്നു. ആൻഡ് കൃഷ്ണ ഫീൽസ് വെരി ഹാപ്പി ആസ് ഷീ ഈസ് വിത്ത് ഹിം ആൻഡ് വാണ്ട്സ് ടു ടോക്ക് ടു ഹെർ വെൻ എവർ ഷീ വാണ്ട്സ്. കൃഷ്ണ വളരെയധികം സന്തോഷപ്പെടുന്നു. കാരണം ഇതുവരെ ഡിപ്രഷനിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് വളരെയധികം ഹാപ്പിയാണ്. കാരണം ഭാര്യ തൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് പറയുന്നു. അതുമാത്രമല്ല, അയാൾക്ക് എപ്പം സംസാരിക്കണമെങ്കിലും അവൾ റെഡിയാണ്. ആ രീതിയിൽ തന്നോടൊപ്പം എപ്പോഴും ഉണ്ടാകും എന്ന ആ ഒരു ഉറപ്പിന്മേൽ അദ്ദേഹം ഓവർ എക്സൈറ്റഡ് ആകുന്നു. ആൻഡ് ലീല ഈസ് നൗ അറ്റൻഡിങ് പ്രീ സ്കൂൾ. ലീല പ്രീ സ്കൂളിലേക്ക് എത്തുന്നു. ആൻഡ് ഹെർ ഹെഡ് മാസ്റ്റർ ലവ്സ് ഓൾ ചിൽഡ്രൻ ഇൻ ദ സ്കൂൾ ഇമ്മൻസ്ലി. ലീലയുടെ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ വളരെ സ്നേഹസമ്പന്നനായ മനുഷ്യനാണ്. അദ്ദേഹം കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്നു. ആൻഡ് ദ ഹെഡ് മാസ്റ്റർ ഇസ് എ റിച്ച് മാൻ ബട്ട് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മണി ഓർ ഹിസ് ഫാമിലി. അദ്ദേഹം വളരെ സമ്പന്നനാണ്, അതോടൊപ്പം തന്നെ വളരെ സ്നേഹസമ്പന്നനായ ഒരു വ്യക്തിയാണ്. പൈസയിൽ സമ്പന്നനാണ്. പക്ഷേ അദ്ദേഹം ആ സമ്പന്നതയിലോ ഫാമിലിയിലോ ഒന്നും വളരെയധികം താല്പര്യപ്പെടുന്നില്ല. ആൻഡ് ഹി ഗീവ്സ് പ്രയോറിറ്റി ടു ഹിസ് സ്റ്റുഡൻസ് ഒൺലി. തൻ്റെ കുട്ടികളെയാണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഫാമിലിയോ പണമോ ഒന്നും അദ്ദേഹത്തിന് ഒരു കാര്യമല്ല. ആൻഡ് വൺ ഡേ കൃഷ്ണ മീറ്റ്സ് ദ ഹെഡ് മാസ്റ്റർ ആൻഡ് ബിക്കംസ് ഗുഡ് ഫ്രണ്ട്സ്. ഒരു ദിവസം കൃഷ്ണ ഈ ഹെഡ് മാസ്റ്ററെ കാണുന്നു. അങ്ങനെ സംസാരിക്കുന്നവർ രണ്ടുപേരും സംസാരിച്ച് നല്ല സുഹൃത്തുക്കളായി മാറുന്നു. ആൻഡ് ദ ഹെഡ് മാസ്റ്റർ ഓഫേഴ്സ് ഹിം എ ജോബ് ആസ് എൻ ഇംഗ്ലീഷ് ടീച്ചർ ആൻഡ് കൃഷ്ണ ഹാപ്പിലി ആക്സെപ്റ്റ്സ് ഇറ്റ്. ഈ സമയത്ത് നല്ല സുഹൃത്തുക്കളായ ആ സമയത്ത് ഹെഡ് മാസ്റ്റർ അവിടെ ഒരു ഇംഗ്ലീഷ് ടീച്ചറുടെ ഒരു പോസ്റ്റ് കൃഷ്ണയ്ക്ക് കൊടുക്കുന്നു. അങ്ങനെ കൃഷ്ണ വളരെ സന്തോഷത്തോടു കൂടി ആ ഒരു ജോലി ഏറ്റെടുക്കുന്നു. കാരണം മകൾ അവിടെയുണ്ട്, മകളോടൊപ്പം തന്നെ പോയി വരികയൊക്കെ ചെയ്യാം. അങ്ങനെ ആ ഒരു ലൈഫ് അദ്ദേഹം ഇഷ്ടപ്പെടുന്നു. ആൻഡ് കൃഷ്ണാസ് മദർ കംസ് ടു ദ ഹൗസ് ആൻഡ് സജസ്റ്റ് ഹിം ടു റീമാരി ടു ടേക്ക് കെയർ ഓഫ് ഹിസ് ഫാമിലി ബട്ട് കൃഷ്ണ റിജക്ട്സ് ഇറ്റ്. ഈ സമയത്ത് കൃഷ്ണയുടെ അമ്മ അവിടെ വരുന്നു. അവർ പറയുന്നു, നീ ഒരു കല്യാണം കഴിക്കണം, വീണ്ടും ഒരു കല്യാണം കഴിക്കണം. കാരണം കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. പെൺകുട്ടിയാണ് വളർന്നു വരുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ നിനക്ക് പറ്റില്ല. അതുകൊണ്ടൊരു വിവാഹം കഴിക്കണം എന്ന് പറയുന്നു. മറ്റൊരു വിവാഹം കഴിക്കണം, കാരണം ഭാര്യ മരിച്ചു പോയല്ലോ. പക്ഷേ ഇത് കേട്ട ഉടനെ അദ്ദേഹം ഇത് എതിർക്കുന്നു. ഹി ലീവ്സ് ഹിസ് മദർ ആൻഡ് ഡോട്ടർ ഇൻ ദി മാൽഗുഡി വില്ലേജ്. അദ്ദേഹം ഈ ഒരു സംഭവത്തോടു കൂടി അമ്മയെയും മകളെയും അവരുടെ ഗ്രാമത്തിലാക്കുന്നു. ആൻഡ് നൗ ഹി ഫീൽസ് ലോൺലി ഇൻ ഹിസ് ലൈഫ് ആൻഡ് ക്വിറ്റ്സ് ദ ജോബ്. അങ്ങനെ മകളും അമ്മയും പോയതോടുകൂടി അദ്ദേഹത്തിന് വീണ്ടും ആ ഒരു ഏകാന്തത ഫീൽ ചെയ്യുന്നു, ലോൺലിനെസ് ഫീൽ ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം ആ ജോലി ഉപേക്ഷിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു, ആ മകൾ പഠിച്ച പ്രീ സ്കൂളിൽ ഇംഗ്ലീഷ് ടീച്ചറായിട്ട് ജോലി കിട്ടിയതാണ്. പക്ഷേ ആ ജോലി ഉപേക്ഷിക്കുന്നു. And while he was returning home, he saw the spirit of Sushila and she spends the entire night in the house with him. അങ്ങനെ ആ ജോലി ഉപേക്ഷിച്ച് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് കൃഷ്ണ തൻ്റെ ഭാര്യയുടെ ആത്മാവിനെ കാണുന്നു. ആ ആത്മാവുമായിട്ട് അവർ വീട്ടിലേക്ക് എത്തുന്നു. അതായത് ആ ആത്മാവിനോട് സംസാരിച്ച് വീട്ടിലേക്ക് എത്തുന്നു. ആ വീട്ടിൽ
ആ രാത്രി മുഴുവൻ സുശീല അദ്ദേഹത്തോട് സംസാരിച്ച് അങ്ങനെ ചിലവാക്കുന്നു. ആൻഡ് ദേ ടോക്ക് ഈച്ച് അതർ ആൻഡ് വാസ് വെരി ഹാപ്പി. അവർ പരസ്പരം സംസാരിക്കുന്നു, അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി കഴിയുന്നു. ആൻഡ് ദസ് ദ സ്റ്റോറി എൻഡ്സ് വിത്ത് ഹിസ് മീറ്റിംഗ് വിത്ത് ഹിസ് വൈഫ് സുശീല സ്പിരിറ്റ്. ഈ ഒരു കഥ അവസാനിക്കുന്നത് കൃഷ്ണ തൻ്റെ ഭാര്യയുടെ ആത്മാവിനെ കണ്ട് സംസാരിച്ച ആ ഒരു ഫസ്റ്റ് മീറ്റിങ്ങിലൂടെയാണ് ഈ ഒരു സ്റ്റോറി അവസാനിക്കുന്നത്. ഇതിൽ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. വാട്ട് ഈസ് ദ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഇംഗ്ലീഷ് ടീച്ചർ? പിന്നീട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ക്രിറ്റിസിസം ഓഫ് എഡ്യൂക്കേഷൻ സീൻ ഇൻ ദ ഇംഗ്ലീഷ് ടീച്ചർ? നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു സ്ട്രിക്റ്റ്നെസ്, ഇംഗ്ലീഷിൽ ആ ഒരു പ്യൂരിറ്റി നിലനിർത്തണമെന്ന് പറയുന്ന ആ ഒരു സ്ട്രിക്റ്റ്നെസ് നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു ക്രിറ്റിസിസമാണ് അതിനകത്തുള്ളത്. പിന്നീട് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്, ദ റോൾ ഓഫ് the headmaster in Leela's preschool. These are the major points. Hope you enjoyed it. Thank you.